മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ബിജെപിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി. മുൻ കേന്ദ്രമന്ത്രിയും ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗവുമായ വി മുരളീധരൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. സ്വർണ്ണക്കടത്തിന്റെ ഭാഗമായ പി ശശിയെയും എഡിജിപിയെയും മാറ്റാൻ എന്തേ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല എന്നും വി മുരളീധരൻ ചോദിച്ചു. സ്വർണ്ണക്കടത്തിന്റെ ഭാഗമായ മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് ബിജെപി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയത്. സ്വർണ്ണക്കടത്തിന് നേതൃത്വം നൽകുന്ന പി ശശിയെയും എഡിജിപി എം.ആർ. അജിത്കുമാറിനെയും എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി മാറ്റി നിർത്താൻ തയ്യാറാവാത്തതെന്ന് വി മുരളീധരൻ ചോദിച്ചു. ഇവർക്കെതിരായിട്ട് ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ സസ്പെൻഡ് ചെയ്യുക എന്നുള്ളത്, നടപടിയെടുക്കുക എന്നുള്ളത് ഈ സർക്കാരിന്റെ രീതിയല്ല എന്നാണ് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത്. ഇവർക്കൊക്കെ എതിരായിട്ട് നടപടിയെടുത്തപ്പോ ഈ നയമല്ലായിരുന്നല്ലോ. അപ്പൊ അന്നത്തെ നയം എന്താ മാറ്റിയത്? കള്ളക്കണക്ക് അവതരിപ്പിക്കുന്ന സർക്കാരിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് പ്രതിപക്ഷം സ്വീകരിക്കുന്നതെന്നും മുഖ്യമന്ത്രിക്ക് വിനയാനുധനായിട്ടാണ് പ്രതിപക്ഷ നേതാവ് പ്രവർത്തിക്കുന്നതെന്നും മുരളീധരൻ പറഞ്ഞു. CPM അവതരിപ്പിക്കുന്ന കള്ളക്കണക്കുകൾ, ആ കള്ളക്കണക്കുകൾക്ക് കുടലൂത്ത് നടത്തുകയാണ് വി ഡി സതീശൻ ചെയ്തിട്ടുള്ളത്. കൃത്യമായിട്ടുള്ള ഒരു കണക്കുമില്ലാതെ മാധ്യമങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള 3000 കോടി 2000 കോടി എന്നൊക്കെ പറയുന്ന കണക്ക്, ആ കണക്കിന്റെ വസ്തുതകൾ എന്താണ് എന്ന് ചോദിക്കാൻ പോലും പ്രതിപക്ഷ നേതാവിന് തന്റെ ഇടം ഉണ്ടായില്ല. ബിജെപി തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് വി രാജേഷ്, സംസ്ഥാന ഭാരവാഹികളായ അഡ്വക്കേറ്റ് എസ് സുരേഷ്, പാലോട് സന്തോഷ്, സി ശിവൻകുട്ടി തുടങ്ങി സംസ്ഥാന ജില്ലാ നേതാക്കളും നൂറുകണക്കിന് പ്രവർത്തകരും മാർച്ചിൽ പങ്കെടുത്തു. ജനം, തിരുവനന്തപുരം.